ട്രിപ്പിൾ ഓം ശാന്തി. അതിവിശാലമായി കിടക്കുന്ന ജ്ഞാനം, അതിവിശാലമായി കിടക്കുന്ന ഡ്രാമ, അതിവിശാലമായി കിടക്കുന്ന കലിയുഗം. ഇതിൽ നിന്നും ബാബ ഓരോരുത്തരെ പെറുക്കിയെടുത്ത് ആക്കി തീർക്കണം. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച്. നമ്പർ വാർ പുരുഷാർത്ഥം. പുരുഷാർത്ഥം വന്നാല് യോഗം, ജ്ഞാനം, ധാരണ, സേവനം, ഇതിന്റെ ആധാരത്തിലുള്ള കർമ്മം ചെയ്ത വ്യക്തികൾ അവരാക്കി തീർക്കുക. അവരാക്കി തീർത്തതിന്റെ ആധാരത്തിലാണ് ഇവിടെ കണ്ട അമ്പലങ്ങളിൽ വേണ്ട ഉത്സവങ്ങൾ, അതുപോലെ പൂജകള്, കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അവരുടെ കർമ്മം, അവര് ഈ പ്രകൃതിയിൽ എന്ത് ചെയ്തു, അവരുടെ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, അതിന്റെ ആധാരത്തിലാണ് ഓരോരുത്തരും ഓരോരോ അമ്പലങ്ങളില് പൂജയായിട്ടും ഉത്സവങ്ങളായിട്ടും കാര്യങ്ങളൊക്കെ നടക്കും. സനാതന ധർമ്മത്തില് ഓരോരോ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഒരു വ്യക്തിക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള പൂജ ലഭിക്കുന്നുണ്ട്. വിഷ്ണു, ബ്രഹ്മാവ്, ശങ്കരൻ, അഷ്ടരത്നങ്ങളായിട്ടുള്ള പിന്നെ ദേവീ ദേവതകൾ, ഇവർക്കൊക്കെ വ്യത്യസ്തമായ പൂജകൾ ലഭിക്കും. വ്യത്യസ്തമായ രീതിയിലുള്ള പൂജകളാണ് അവരുടെ തന്നെ വ്യത്യസ്തമായ അമ്പലങ്ങളിൽ പോലും ലഭിക്കുന്നത്. ബ്രഹ്മാവിന്റെ ക്ഷേത്രം ഉണ്ടാവും. എത്ര ക്ഷേത്രം ഉണ്ട്? വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അതിന് ഉദാഹരണം എടുക്കാൻ തന്നെ കുറവ്. വിഷ്ണു എടുക്കുക, എത്ര വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്? ഓരോ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഏത് രീതിയിൽ പൂജ ലഭിക്കും. ദിവ്യബുദ്ധിയോടെ കാണണം കേട്ടോ. അത് എത്ര വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്? സംഗതി ഒരു വിഷ്ണു അല്ലേ ഉള്ളൂ, റിയലി ഒരു വിഷ്ണുവേ ഉള്ളൂ. പക്ഷെ 9 ലക്ഷം പേരും ശരിക്കും വിഷ്ണു തന്നെയാണ്. ബാക്കിയുള്ള 9 ലക്ഷത്തിന്റെ യുഗൾസ് എടുത്തു നോക്കിയാലും വിഷ്ണു തന്നെയാണ്. ഓരോരോ യുഗൾസ് എടുത്തു നോക്കിയാലും വിഷ്ണു തന്നെയാണ്. 9 ലക്ഷം എടുത്താലും ഓരോ യുഗൾസും വിഷ്ണുവാണ്. പക്ഷെ ശരിക്കും ഒരു വിഷ്ണുവേ ഉള്ളൂ. ബ്രഹ്മാവും അമ്മയും ചേർന്ന് കൃഷ്ണനും രാധയും ചേർന്ന് ലക്ഷ്മി നാരായണൻ, അതിനെയാണ് ബാബ വിഷ്ണു എന്ന് പറയുന്നത്. 4 കരങ്ങൾ. ഇവര് ഒന്നായിരുന്നു. അവരുടെ പാർട്ട് സ്ഥലങ്ങളിലും അവരൊന്നായിരുന്നു. അതുപോലെ ബാക്കിയുള്ളവരും ഉണ്ട്. അവരൊക്കെ അവരൊന്നാണ്. ഓരോരോ കൊട്ടാരങ്ങളിലുള്ള ലക്ഷ്മി നാരായണന്മാരും ഒന്നായിരുന്നു. ഒറ്റ മനസ്സ്, ഒരു മനസ്സ്, ഇരുദേഹം, ഇത്രയേ ഉള്ളൂ. അതാണ് ലക്ഷ്മി നാരായണൻ. ഒരുപാട് വിഷ്ണുക്കളുണ്ട്, ഒരുപാട് വൈഷ്ണവരുണ്ട്, വിഷ്ണു തന്നെ ഒരുപാടുണ്ട്. ലക്ഷ്മി നാരായണന്റെ ലോകത്തിൽ ഒരുപാട് വിഷ്ണു. പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ പേരൊക്കെ ഉണ്ടാവും. അത് അവിടെ. പക്ഷെ അതിന്റെയൊക്കെ ആചാരങ്ങളും ആരാധനയും ഇവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. അത് ഒരുപാട് തരത്തിലുണ്ട്, ഒരുപാട് രീതിയിൽ പൂജകളുണ്ട്. അതിന്റെ ആധാരം സത്യയുഗം, ത്രേതായുഗം. സത്യയുഗത്തില് ത്രേതായുഗത്തില് ഈ വിഷ്ണു ലക്ഷ്മി നാരായണന്മാര് സീതാരാമന്മാര് എങ്ങനെയായിരുന്നോ, എത്ര ജന്മങ്ങൾ എടുത്തിരുന്നോ, ഏതേത് രീതിയിൽ കർമ്മങ്ങൾ ചെയ്തിരുന്നോ, അതിന്റെ ആധാരം. പ്രകൃതിയുമായിട്ട് എത്രത്തോളം അവരിണങ്ങിയിരുന്നു, പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ. ചില സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ അവിടുത്തെ വിഗ്രഹത്തില്
എന്തെല്ലാം വിധത്തിലുള്ള പൂജകൾ ലഭിക്കുന്നുണ്ട്. ചന്ദനം ചാർത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, കളഭം ചാർത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇനി ധാര നൽകിക്കൊണ്ടേയിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത് വ്യത്യസ്തമായ ധാരകൾ. നെയ്യഭിഷേകം, പാലഭിഷേകം, വെണ്ണാഭിഷേകം, ഏതെല്ലാം വിധത്തിലുള്ള അഭിഷേകങ്ങൾ ഉണ്ടോ അതൊക്കെ പ്രകൃതിയുമായി ഇണങ്ങി ഈ ആത്മാക്കൾ ലക്ഷ്മി നാരായണന്മാര് ഏതൊക്കെ ലക്ഷ്മി നാരായണന്മാര് ഏതെല്ലാം രീതിയിൽ കർമ്മം ചെയ്തിരുന്നോ അതിന്റെ ആധാരത്തിലാണ് നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലും ദൂരദേശങ്ങളിലുള്ള അമ്പലങ്ങളിലും വിവിധ രീതിയിലുള്ള വിഗ്രഹങ്ങളും ആരാധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആദിയിലെ ക്ഷേത്രം എന്ന് പറയുന്നത് സോമനാഥ ക്ഷേത്രമാണ്. അവിടുത്തെ അവസ്ഥ എന്താണ്? അതും അവിടുത്തെ പൂജ എന്തായിരുന്നു? അത് എത്ര തവണ 17 തവണ കൊള്ളയടിക്കപ്പെട്ടു. അവിടുത്തെ സമ്പത്ത് എന്തായിരുന്നു? അവിടുത്തെ ഭഗവാന്റെ സമ്പത്ത് എന്തായിരുന്നു? അതിന്റെ പൂജയുടെ ആധാരവും പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പൂജയുടെ ആധാരവും മറ്റ് കൊടുങ്ങല്ലൂരാണെങ്കിലും ശ്രീകൃഷ്ണൻ ഗുരുവായൂരാണെങ്കിലും അങ്ങനെ എവിടെ എടുത്തു നോക്കിയാലും ഒക്കെ ഈ ജന്മങ്ങളുടെയും അതാത് ജന്മങ്ങളില് അതാത് പ്രകൃതിയിൽ അതാത് സ്ഥലങ്ങളില് ഇവര് ചെയ്ത കർമ്മത്തിന്റെ സമയത്ത് സത്യത്രേതായുഗത്തില് ചെയ്ത കർമ്മത്തിന്റെ ആധാരത്തില് ഭക്തർക്ക് ലഭിച്ച സാക്ഷാത്കാരത്തിന്റെ ആധാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പൂജയായിട്ടും മറ്റ് കാര്യങ്ങളായിട്ടൊക്കെ ലഭിക്കുന്നു. അതുകൊണ്ട് മാത്രം നല്ല ദിവ്യബുദ്ധി തുറക്കണം. അമ്പലങ്ങളിൽ പോണം, ഉത്സവങ്ങളിൽ പോണം, എല്ലാത്തിനും എന്തൊക്കെ പങ്കെടുക്കാൻ പറ്റും അതൊക്കെ പങ്കെടുക്കണം. ഇവിടെ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മകുമാരീസിൽ പോയിട്ടോ VBKയിൽ പോയിട്ടോ ഇനി അതല്ല വേറെ എവിടെയെങ്കിലും പോയിട്ടോ യോഗം ചെയ്യാൻ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒന്നും പോണില്ല എങ്കിൽ, ഇവിടെ ഒന്നും ചെയ്യണില്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. നല്ല ഭംഗിയായിട്ട് പോയിട്ട് എല്ലാം മനസ്സിലാക്കും. 5000 വർഷത്തെ സത്യയുഗം, ത്രേതായുഗം, അതിന്റെ ആധാരത്തിൽ ദ്വാപരയുഗം, കലിയുഗത്തിൽ നടന്ന ഭക്തി. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ചിന്തിക്കുക, ഞാനതിലെന്താവണം. പോയി നോക്കുക. കൊടുങ്ങല്ലൂർ അമ്മയെ പോയി കാണാം, ചോറ്റാനിക്കര അമ്മയെ പോയി കാണാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കാണാം. അങ്ങനെ എവിടെ പോയിട്ട് ഞാനതിലെന്താവണം, ഞാനതിലേതാവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ടൈമൊക്കെ എപ്പോഴാണ്. കാരണം ഈ സമയത്താണ് എല്ലാവർക്കും ഇതിന്റെ ഫുള്ള് കാര്യങ്ങൾ തുറന്നു തരാം. ഈ ഒരു സമയം മാത്രം. സത്യയുഗത്തിലെത്തിയിട്ട് പിന്നെ പ്രജയിലെത്തിയിട്ട് ദാസനാവാനോ, ദാസനെത്തിയിട്ട് പ്രജയിലാവാനോ, ഭരണത്തിലെത്തിയിട്ട് പ്രജയിലേക്ക് എത്താനോ, പ്രജയിൽ നിന്ന് പിന്നെ രാജഭരണത്തിലേക്ക് എത്താനോ സത്യയുഗത്തിൽ നടക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് നടക്കും. ബാബ പറയുന്നുണ്ട്, ബ്രാഹ്മണരുടെ മാല കുറക്കാനേ വരില്ല. ചില സമയത്ത് ആകാശത്തോളം ഉയരും, ചില സമയത്ത് ചെളി കിടക്കുന്നുണ്ടാവും. ഇത് അവിടെ ജന്മങ്ങളായിട്ട് കാണിക്കും. ചില സമയത്ത് ആകാശത്തോളം ഉയർന്ന ചില സമയമുണ്ട്. ആ സമയത്ത് ജന്മം അവിടെ രാജപദവി തന്നെ ഉണ്ട്. ചില സമയത്ത് ബ്രാഹ്മണർ ചെളി കിടക്കും. ആ സമയത്ത് ജന്മം ദാസദാസിമാരുടെ ജന്മങ്ങളിലേക്ക് പോകും. ഗുപ്തമായ കാര്യമാണ്. ഓരോ ജന്മങ്ങളും തീരുമാനിക്കപ്പെടുന്നതും ഈ സമയത്ത് സെക്കൻഡുകളാണ്. ഓരോ സെക്കൻഡിലെ അവസ്ഥകളും സത്യ, ത്രേത, ദ്വാപര, കലിയുഗം തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഇതുവരെ എന്ത് സംഭവിച്ചു എന്നതിനേക്കാളും പ്രധാനമാണ് ഇനി എന്താണ് സംഭവിക്കേണ്ടത്.
എനിക്ക് ഇതുവരെ ഇത്രത്തോളം ബുദ്ധി കിട്ടി. അതിനേക്കാൾ പ്രധാനമാണ് അടുത്ത സ്റ്റെപ്പിൽ എൻ്റെ ബുദ്ധി എത്രത്തോളം ഉയരണം. ബ്രഹ്മകുമാരീസിൽ സറണ്ടർ ആയിട്ട് എനിക്ക് ഇത്രയും ബുദ്ധി കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്ന് ചിന്തിക്കണം, എവിടെയാണ് എൻ്റെ ബുദ്ധിയുടെ മിസ്റ്റേക്ക്. ഞാൻ ബ്രഹ്മകുമാരീസിൽ സറണ്ടർ അല്ല, നോർമലാണ്, സാധാരണ കർമ്മം ചെയ്തു പോകണം. എനിക്ക് ബുദ്ധി ക്ലിയർ ആയിട്ടില്ലേ, ചിന്തിക്കണം എവിടെയാണ് എൻ്റെ ബുദ്ധിയുടെ ബ്ലോക്കേജ്. അത് ക്ലിയർ ആക്കണം, ഓരോരുത്തരും ക്ലിയർ ആക്കണം, ഞാനും ക്ലിയർ ആക്കണം, ബാക്കിയുള്ളവരും ക്ലിയർ ആക്കണം, എല്ലാവരും. ദൈവത്തിന് ഇത് ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ എല്ലാം ക്ലിയർ ആണ്. അവിടുന്ന് എടുക്കുക, കൊടുക്കുക, നേടുക. ട്രിപ്പിൾ ഓം ശാന്തി.